ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ രാജേശ്വരി ശാരദയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. എനിക്കറിയാം നിന്റെ മകള് എൻ്റെ മകൻ്റെ പിന്നാലെ നടക്കുന്നതൊക്കെ നിന്റെ പ്ലാനാണെന്ന്. ഒരുത്തിയെ നീ ഒരു വിധത്തിൽ കല്യാണം കഴിപ്പിച്ചു. ഇനിയിപ്പം താഴെ രണ്ടെണ്ണം കൂടി പുര നിറഞ്ഞു നിൽപ്പുണ്ടല്ലോ. അവൾമാരെയും ആരുടെയും തലയെ കെട്ടിവെക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ മകൻ്റെ പിന്നാലെ കൂടിയല്ലേ. കാശുള്ളവരെ തന്നെ വലവീശി പിടിക്കാനുള്ള നിന്റെ ഈ തന്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ മകനെ എൻ്റെ വഴിക്ക് വിട്ടേക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ അവൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന ശാരദ പറയും, കുറേ നേരമായല്ലോ രാജശ്രീ ഇവിടെ നിന്നിങ്ങനെ പറയുന്നു. എൻ്റെ മകളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഉള്ളത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ രാജേശ്വരി പറയും, അർഹതയെ പറ്റിയൊന്നും കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെയൊക്കെ അർഹത എന്താണെന്ന് വ്യക്തമായിട്ട് ഈ രാജേശ്വരിക്ക് അറിയാം എന്ന് പറയാണ് കേട്ടോ. പിന്നെ നിന്റെ മകളെ താലി കെട്ടിക്കൊണ്ട് എൻ്റെ മകൻ എൻ്റെ വീടിൻ്റെ പടി കയറിയാൽ ഞാൻ അവളെ സ്വീകരിക്കുന്നത് നിലവിളക്ക് കൊടുത്തായിരിക്കില്ല, ചൂടുവെള്ളം മുഖത്തൊഴിച്ചായിരിക്കും എന്ന് പറയാണ്. അത് കേൾക്കുന്ന ശാരദ പറയും, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മകനാണ് ഓരോ നിമിഷവും ഈ വീടിൻ്റെ പടി കയറി എൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും കാവേരി അവൻ്റെ പിന്നാലെ പോയിട്ടില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ശാരദയുടെ ആ ചോദ്യത്തിന് രാജേശ്വരിക്ക് മറുപടിയില്ല. ഓരോ തവണയും അവൻ ഇവിടെ കയറി വരുമ്പം വിനീതൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നൊരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇനി അവൻ ഈ വീടിൻ്റെ പടി കടന്നു വന്നാലുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുപ്പിൽ എപ്പോഴും ചൂടുവെള്ളം തിളച്ച് തന്നെ കിടക്കുന്നത്. അതിൽ ഒരു കൂടം ചൂടുവെള്ളം എടുത്ത് അവൻ്റെ തലവഴി ഒഴിക്കുന്നതേ ഈ ശാരദയായിരിക്കും. അതുകൊണ്ട് നാട്ടിലുള്ള പെൺപിള്ളേരുടെ പിന്നാലെ മണപ്പിച്ച് നടക്കാതെ മര്യാദയ്ക്ക് മകനെ വളർത്തിയാൽ രാജേശ്വരിക്ക് കൊള്ളാം. അല്ലെങ്കിൽ പലരുടെയും വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് ശാരദ കയറി പോവാണ് കേട്ടോ. അപ്പം അതിനൊന്നും രാജേശ്വരിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. സമയം നമ്മുടെ കാവേരിയും നിവിനും ഒന്നിച്ച ഒരു യാത്രയിലാണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം നടന്നതുകൊണ്ട് തന്നെ കാവേരി ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ കാവേരിയുടെ മുഖഭാവം കാണുമ്പോൾ നിവിന് ഒരുപാട് സങ്കടം തോന്നുക. അപ്പം നിവിൻ ചോദിക്കും, താൻ ഓക്കെ ആയോടോ എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി എന്നൊന്ന് മൂളുവേ, എടോ തനിക്കറിയാവോ എന്തെങ്കിലുമൊക്കെ സങ്കടം വന്നാൽ ഞാൻ എന്താ ചെയ്യുക എന്ന്. വണ്ടി എടുത്തുകൊണ്ട് ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒറ്റ ഒരു ഡ്രൈവിങ്ങാ, എങ്ങോട്ടെയോ എന്നില്ലാണ്ട് അങ്ങ് പോകും. ഓടിച്ചോടിച്ചോടിച്ച് എവിടെയെങ്കിലൊക്കെ ചെന്നങ്ങ് നിർത്തും. വിശന്ന് കഴിഞ്ഞാൽ ആ പരിസരത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കും. വീണ്ടും ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. കാടും മേടും കുന്നുകളും കടന്ന് എന്നിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഒരാൾ വിളിച്ചപ്പോഴും ഫോൺ എടുക്കില്ല. എൻ്റെ മനസ്സ് ശാന്തമാകുന്നത് വരെ ഞാൻ ആ യാത്ര തുടരും. എന്തിന് അങ്ങനെ ഒരു യാത്ര എപ്പോഴും നമുക്ക് മനസ്സിനൊരു ശാന്തം വാങ്ങിത്തരുവടോ എന്ന് പറയാം. ആഹാ, നിവിൻ്റെ ഫിലോസഫി കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് അപ്പോൾ കാവേരി ചോദിക്കുക. ഇതെൻ്റെ ഫിലോസഫി അല്ലടോ, ഞാനിങ്ങനെയാ എൻ്റെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുന്നത്. എത്ര രസമാണെന്നോ തനിച്ച് ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വെറുതെ അങ്ങ് പോകാൻ. ഒരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കാട്ടുമുക്കിലൊക്കെ വന്ന് ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ കാവേരി ചിരിക്കും കേട്ടോ. ആഹാ, തൻ്റെ മുഖത്ത് ഒരു ചിരി കണ്ടല്ലോ, ഇത് മതി എനിക്കെന്ന് പറയാം. നിവിൻ്റെ ഈ സംസാരം കേട്ടാൽ ആരാ ചിരിക്കാത്തതെന്ന് അപ്പോൾ കാവേരി ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ കാവേരിയെ ഗംഗ വിളിക്കുന്നത്. എന്താ ഗംഗേച്ചി, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ, നീ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുക. ഞാൻ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് ചേച്ചി. ദേ ഒന്ന് വേഗം നീ വീട്ടിലേക്ക് കയറി വാ, അത്യാവശ്യമായിട്ട് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി, എന്താണെന്ന് വെച്ചാൽ കാര്യം പറ, നീ ഇങ്ങോട്ട് വാ, വന്നിട്ട് സംസാരിക്കാം എന്ന് പറയാനുണ്ട്. ഗംഗ അങ്ങ് ഫോൺ കട്ട് ചെയ്ത് വെക്കുക. എന്താ കാവേരി കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിവിൻ ചോദിക്കുക. അറിയില്ല നിവിൻ, ഗംഗേച്ചിയെ വിളിച്ചത്, വീട്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ട്, ഗംഗേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്ന് പറയാം. എങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കാം എന്ന് പറഞ്ഞ് നിവിൻ വണ്ടി തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരിയുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് വണ്ടി നിർത്തുക. നിവിനും കൂടി വാ എന്ന് പറയാം. ഏയ് ഞാൻ പോയേക്കുവാടോ. ഏയ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് നിവിൻ കയറാതെ പോയാലേ അത് മോശമാണ്, വിനീതേട്ടനും കാണും, വരാൻ പറഞ്ഞ് കാവേരി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നിവിനും കാവേരിയും കൂടി കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ശാരദയുടെ രക്തം തിളയ്ക്കുക. അപ്പോൾ ശാരദ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ കാവേരി ചോദിക്കും, എന്താ അമ്മേ, എന്താ പ്രശ്നം, നിങ്ങളെന്താ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും
കാവേരിയോട് ഒരക്ഷരം മിണ്ടാതെ ശാരദ നിവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മോനി വീട്ടിൽ ഓരോ തവണ വന്നത് എനിക്കറിയാം വിനീതിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലാണെന്ന്. ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുമുണ്ട്. അരവിന്ദേട്ടൻ ഉള്ളപ്പോഴും അതിനുശേഷവും മോനെ കൊണ്ട് കഴിയുന്ന പല സഹായങ്ങളും ഈ കുടുംബത്തിന് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചിട്ടല്ല ആൻറ്റി ഇത് പറയുന്നത്. മോൻ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരരുത്. ഒരു സഹായവും ഞങ്ങൾക്ക് ദയവ് ചെയ്ത് തരികയും ചെയ്യരുത്. എനിക്കറിയാം മോൻ്റെ നല്ല മനസ്സുകൊണ്ട് നല്ലത് ചിന്തിച്ച് തന്നെയാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷേ ചുറ്റും കാണുന്നവർ അങ്ങനെ തന്നെ അതിനെ കാണണമെന്നില്ലല്ലോ. പറഞ്ഞെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ വിനീതിനെ നിവിനൊന്നും മനസ്സിലാകാതെ നോക്കുകയാണ് കേട്ടോ. വിനീതും ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ശാരദയോട് അപ്പം നമ്മുടെ കാവേരി ചോദിക്കുക. ഗംഗേച്ചി എങ്കിലും പറ, ഇത് മാത്രം സംസാരിക്കാൻ എന്താ ഇപ്പം ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുക. നീ മിണ്ടരുത് എന്ന് ശാരദ കാവേരിയോട് പറയാം. അപ്പോൾ ഗംഗ പറയും, ഇന്ന് നിവിൻ്റെ അമ്മ രാജേശ്വരി ആൻറ്റി ഇവിടെ വന്നിരുന്നു. നിങ്ങൾ തമ്മിൽ അരുതാത്ത എന്തോ ബന്ധമുണ്ടെന്നും കാവേരി നിവിനെ വല പേശി പിടിച്ചിരിക്കുവാണെന്നൊക്കെ വളരെ മോശമായിട്ടാണ് രാജേശ്വരി ആൻറ്റി ഇവിടെ വന്ന് സംസാരിച്ചത്. നിവിൻ്റെ കല്യാണം ഉറപ്പിച്ചത് ആണെന്നും ഇങ്ങനെ കാവേരിയുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അവനൊരു പേരുദോഷം ഉണ്ടാകും എന്നൊക്കെയാണ് രാജേശ്വരി ആൻറ്റിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് കാവേരി പറയും, അമ്മേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ കരുതി അമ്മ അത് വിശ്വസിച്ചോ എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരിയുടെ ആ ചോദ്യത്തിനൊന്നും ശാരദ മറുപടി നൽകുന്നില്ല. മോനോട് ആൻറ്റി പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ കടന്നു പോകുന്നത്. ഇതിൻ്റെ കൂടെ ഇനിയൊരു പ്രശ്നം കൂടി ദയവ് ചെയ്ത് ഇനിയും ഇവളുടെ പിന്നാലെ നടക്കരുത്. ഒരു സഹായം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വരികയും ചെയ്യരുത് എന്നും പറഞ്ഞ് ശാരദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. അപ്പം നിവിൻ ആകെ സങ്കടത്തോടു കൂടി തന്നെ പോവാണ് കേട്ടോ. പാകെ തകർന്നുള്ള നിവിൻ്റെ ആ പോക്ക് കാണുമ്പോൾ പിന്നാലെ തന്നെ വിനീതും ചെല്ലുകയാണ്. അപ്പം നിവിനങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും കാവേരി ശാരദയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. അമ്മയ്ക്ക് എന്നെ അല്പം പോലും ഒരു വിശ്വാസമില്ലേ? അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അമ്മയും ഗംഗേച്ചി മിണ്ടാതെ നിന്നോ എന്ന് ചോദിക്കാം. നമ്മൾ തർക്കിക്കാൻ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ന്യായം വേണ്ടേടി എന്ന് ചോദിക്കുക. ചേച്ചി എന്താ പറഞ്ഞത് എന്നപ്പം കാവേരി ചോദിക്കുകയാണ്. നീയും നിവിനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ടാ അവരിന്ന് കയർത്ത് സംസാരിച്ചതൊക്കെ. ആ ഫോട്ടോ ഏതവസ്ഥയിലുള്ളതാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാനാ? അമ്മേ, ഞാൻ നിവിനും ഇന്നേ വരെ അത്തരത്തിലൊരു ബന്ധമില്ല. രാജേശ്വരി മേഡം അവരെന്തൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ കരുതുന്ന രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും നിവിനെ കണ്ടിട്ടില്ല. എൻ്റെ നല്ലൊരു സുഹൃത്ത്, അതിനപ്പുറം എനിക്ക് അവനോട് യാതൊരു അടുപ്പവും ഇല്ല എന്ന് പറയാണ്. അമ്മയ്ക്ക് എന്നെ അല്പം പോലും വിശ്വാസമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശാരദ ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അമ്മ കണ്ടോ ചേച്ചി മിണ്ടാതെ പോയത്? അതിനർത്ഥം എന്താ? മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ തെറ്റായിട്ട് എടുക്കരുത്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് എന്ന് കാവേരി അപ്പോൾ ചോദിക്കുക. ആ ബന്ധം കൊണ്ട് എല്ലാവർക്കും സങ്കടം മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ എന്തിനാടി അങ്ങനൊരു ബന്ധം? ഒരിക്കലും അവർ നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. അവരുടെ മകനെ അവരെപ്പോഴും സാരിത്തുമ്പി കെട്ടിയിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെയുള്ളപ്പം ആ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നതൊന്നും അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അതിനൊന്നും അവർ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യില്ല. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം? നിന്റെ മനസ്സിൽ എന്തെങ്കിലും അരുതാത്ത ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളഞ്ഞോ, അത് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തന്നെയാകും വേദനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗംഗയും അവിടെ നിന്ന് പോവാണ് കേട്ടോ. കാവേരിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. കാവേരി അവിടെ നിന്ന് കരയാ. ഇതേ സമയം നിവിനോട് സംസാരിക്കാണ് കേട്ടോ വിനീത്. എടാ, ഞാൻ നിന്നോട് മാപ്പ് പറയുക. അമ്മായി ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടടാ. അത്രയ്ക്ക് മോശമായിട്ടാ നിന്റെ അമ്മ വന്ന് ഇന്ന് വീട്ടിൽ സംസാരിച്ചത്. അമ്മായി മക്കളെയെല്ലാം ഓരോ ആണുങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണെന്ന് പോലുമാണ് പറഞ്ഞത്. ഞാൻ ഗംഗയെ എത്രമാത്രം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? നിനക്കിന്നിങ്ങനെയൊക്കെ അമ്മായിയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. എനിക്കറിയാം എന്നോടുള്ള സൗഹൃദം കൊണ്ടാണ് ഓരോ തവണയും നീ ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് വന്നത്. കാവേരിക്ക് എല്ലായിടത്തും കൂട്ടുപോയതും അതുകൊണ്ട് തന്നെയാകും. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ നിനക്കിന്ന് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അവരുടെ ഭാഗത്തും ന്യായമില്ലേടാ എന്ന് ചോദിക്കുകയാണ്. അമ്മായിയും കുടുംബവും എത്രമാത്രം വേദന സഹിച്ചവരാ. അല്ല, നാളെ കല്യാണം കഴിച്ച് അയക്കേണ്ട പെൺകുട്ടിയല്ലേ കാവേരി? അവളെപ്പറ്റി ഇത്ര മോശമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ അമ്മ അത്രയ്ക്കും മോശമായിട്ടാണ് ഇന്നിപ്പം അവിടെ വന്ന് സംസാരിച്ചത് എന്ന് പറയാം. എടാ, ഇനിയിപ്പം നീ ഒരു സഹായം ചെയ്തുകൊണ്ട് വരണ്ട. വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് ഇരു കുടുംബക്കാർക്കും ദോഷമേ ഉണ്ടാകുന്നുള്ളെങ്കിൽ വെറുതെ എന്തിനാ എന്ന് ചോദിക്കാം. എനിക്കറിയാം എന്നോടുള്ള നിന്റെ സൗഹൃദത്തിന്റെ പേരില നിനക്ക് ഇത്രയും വലിയ മാനസിക ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വന്നത്. അത് കേൾക്കുന്ന നിവിൻ പറയും, എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അമ്മ പറഞ്ഞതിലൊന്നും കള്ളവും ഇല്ലടാ എന്ന് പറയാം. നിന്റെ അമ്മ പറഞ്ഞതിൽ കള്ളവില്ലെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നിന്നോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചതാ. നിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് നമ്മൾ പാർട്ടി നടത്തിയില്ലേ? അന്ന് പക്ഷെ നീ വെള്ളമടിച്ചാകെ ഫിറ്റ്
വിട്ടായതുകൊണ്ടാണ് മറന്നുപോയത്. എനിക്ക് കാവേരിയെ ഇഷ്ടമാടാ, എൻ്റെ ആത്മാവിനോളം എനിക്ക് അവളോട് പ്രണയവ എന്ന് പറയാം. എടാ നിവിനെ, നീ എന്തൊക്കെയായി പറയുന്നത്? കാവേരിക്ക് ഇതറിയാവോ എന്ന് ചോദിക്കാം. ഞാനോ കാവേരിയോ ഞങ്ങളുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള പ്രണയം ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു പുരുഷൻ അവൻ്റെ ഹൃദയവും കയ്യിൽ പിടിച്ച് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നാൽ അത് ഏതൊരു പെൺകുട്ടിക്കും മനസ്സിലാകുവടാ. ഞാൻ കാവേരിയെ സ്നേഹിച്ചു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. ഞാൻ എന്നാണോ കോഴ്സ് കഴിഞ്ഞ് ഈ നാട്ടിൽ കാല് കുത്തിയത് അന്ന് ആദ്യം കാണുന്നത് കാവേരിയ. ആ നിമിഷം എൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ച് കയറിയതാടാ നിന്റെ അനിയത്തി. അന്നു മുതൽ ഈ നിമിഷം വരെ നിന്റെ പിന്നാലെ ഞാൻ നടന്നതിൽ എൻ്റെ ചെറിയൊരു സ്വാർത്ഥത കൂടിയുണ്ട്. ഓരോ നിമിഷവും കാവേരി കൂടി കാണാലോ എന്ന് കരുതിയിട്ടാടാ എന്ന് പറയാം. അത് കേൾക്കുന്ന വിനീത് പറയും, എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇത് ശരിയാവോടാ? നിന്റെ അമ്മാവൻ ജയബാലൻ, അയാൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്നാലെ തന്നെയാ. അയാൾ വാളും എടുത്തോണ്ടൊരു വരവങ്ങ് വരും. വെറുതെ എന്തിനാടാ ആ കുടുംബത്തിന് ഒരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത്? അരവിന്ദൻ അമ്മാവിൻ്റെ മരണത്തിന് ശേഷം അവരെത്രയൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താ മുന്നോട്ട് പോകുന്നതെന്ന് നീ ഇപ്പം കാണുന്നതല്ലേ. ഇനിയിപ്പം അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായി അത് വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ പോകുന്നില്ല. എത്രമാത്രം അവൾ വേദനിക്കും എന്ന് ചോദിക്കാം. എടാ എനിക്ക് അവളോട് മനസ്സ് തുറന്നുള്ള പ്രണയമാടാ. നിനക്ക് നിന്റെ ഗംഗയോടുള്ള സ്നേഹം പോലെ തന്നെയാ എനിക്ക് കാവേരിയോടുള്ള പ്രണയവും. എന്നെ അവൾ പ്രണയിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും അവൾ വേദനിക്കേണ്ടി വരില്ല. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കിപ്പം നൽകാൻ പറ്റുള്ളൂ. അളിയ, നീ എങ്കിലും എൻ്റെ കൂടെ നിൽക്കടാ എന്ന് വിനീതിനോട് പറയണം. നീയും കാവേരിയും കല്യാണം കഴിക്കുന്നതിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാകും. എൻ്റെ അനിയത്തിക്ക് നിന്നേക്കാൾ നല്ലൊരു വരനെ കിട്ടാനും പോകുന്നില്ല. പക്ഷേ ഇത് വേണ്ടടാ, ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. വെറുതെ എന്തിനാടാ വിനീതിനോട് ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നിവിൻ സങ്കടത്തോടെ അവിടുന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം രാജേശ്വരി രാത്രിയായിട്ടും നിവിൻ വരാത്തതുകൊണ്ട് നിവിനെയും കാത്ത് റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മയുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ നിവിൻ ഒരുപാട് ദേഷ്യം വരിക. എന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി രാജേശ്വരിയുടെ അടുത്തേക്ക് നിൽക്കുക. അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? ആ കാവേരിയുടെ വീട്ടിൽ പോയി ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മകനെ എനിക്കിപ്പോൾ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്ന ചെറുക്കനാ. ഇപ്പോൾ അവന് അമ്മയും വേണ്ട റിസോർട്ടും വേണ്ട, ഒന്നും വേണ്ടല്ലോ എന്ന് ചോദിക്കുക. കഷ്ടപ്പെട്ട ഈ രാജേശ്വരി ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത്. ദേ, നീ എന്താ പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൻ്റെ ഉടമ മാത്രമല്ല ഈ റിസോർട്ടിൻ്റെ ഉടമയെ കൂടിയാക്കി അവളെ മാറ്റുമെന്നല്ലേ? അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? നീ പണി കഴിപ്പിച്ച റിസോർട്ടാണോ ഇത്? ഇത് വളർത്തി കഷ്ടപ്പെട്ട് ഇത്രയാക്കി എടുത്തത് ഈ രാജേശ്വരി ഒറ്റ ഒരാളുടെ അധ്വാന. അല്ലാതെ നീയോ നിന്റെ ഛത്തീസ്ഗഡിലിരിക്കുന്ന അച്ഛനോ ഇതിനു വേണ്ടി ഒരല്പം പോലും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ഓ, അമ്മ കണക്ക് പറയുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കാം. ഇത്രയും കാലം കൊണ്ട് എത്രയൊക്കെ കോഴ്സുകൾ നീ പഠിച്ചടാ? എന്തിലേലും നീ ഉറച്ചു നിന്നിട്ടുണ്ടോ? എൻ്റെ കാശ് കളയാൻ വേണ്ടി ഓരോരോ കോഴ്സിൻ്റെ പേരും പറഞ്ഞ് നാട് ചുറ്റാൻ നീ ഇറങ്ങുമെന്നല്ലാതെ ഒരു 10 രൂപ നീ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നിവിന് സങ്കടം വരിക. അമ്മ ഇങ്ങനെ കണക്ക് പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം എഴുതി വെക്കുമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. കണക്ക് പറഞ്ഞതല്ല, നീ എന്തെങ്കിലും ചെയ്യുമ്പം അതിന് അർഹതയുണ്ടോ എന്നും കൂടി ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. അമ്മയുടെയും അച്ഛൻ്റെയും കീഴിൽ ജീവിക്കുമ്പം അവർ പറയുന്നത് അനുസരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാലോ. പിന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ ഈ മരുമോളായി ഈ വീട്ടിലേക്ക് ആനയിക്കാൻ ഒരിക്കലും രാജേശ്വരി സമ്മതിക്കില്ല. ആ കുടുംബവും ആ കുടുംബത്തിലുള്ളവരുമായിട്ട് ഒരു ബന്ധത്തിനും രാജേശ്വരിക്ക് താല്പര്യമില്ല. ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അതമ്മ എൻ്റെ ഇഷ്ടത്തോടു കൂടിയാണോ ഉറപ്പിച്ചത് എന്ന് നിവിനപ്പ ചോദിക്കുകയാണ്. നിന്റെ ഇഷ്ടമില്ലായ്മയൊന്നും ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. നീ അവളുടെ പിന്നാലെ നടന്നു. അത് ഈ നാട്ടിൽ വന്നപ്പം നിന്റെ ഒരു കുസൃതി അത്രയും ഞാനായിട്ട് കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മര്യാദിച്ച് റിസോർട്ട് നോക്കി നടത്തി ജീവിക്കാമെങ്കിൽ മാത്രം എൻ്റെ മകനായിട്ട് നീ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയാം. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അമ്മ എങ്കിൽ ഞാനും അമ്മയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എൻ്റെ പഠിപ്പ് പോലും നോക്കാതെ നോക്കിയേനെ. അല്ലാതെ അമ്മ ഇപ്പോൾ ഈ പറയുന്നതിൽ എന്ത് ന്യായവാ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്നെ ന്യായം കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ നിൻ്റെ കല്യാണം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ ബന്ധമല്ലാതെ വേറൊന്നും എൻ്റെ മകൻ മനസ്സിൽ കാണണ്ട എന്നാ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ദേഷ്യത്തോടെ അവിടെ നിന്ന് കൊണ്ട് പോവാം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പം നമ്മുടെ നിവിന് ഒരുപാട് സങ്കടം വരാൻ കേട്ടോ. തന്നെ അല്പം പോലും അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ. തനിക്ക് കാവേരിയെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുവാണോ എന്നൊക്കെയുള്ള ചിന്ത നിവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.